Hello dears, welcome to the class. Worksheet 1. How many? എത്ര എണ്ണം? ഫ്ലവേഴ്സിൻ്റെ കളർ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. വയലറ്റ്, പിങ്ക്, ഓറഞ്ച്. ഓരോ ഫ്ലവേഴ്സും കൗണ്ട് ചെയ്ത് നമ്പർ എഴുതണം. നെക്സ്റ്റ് കൗണ്ട് ആൻഡ് റൈറ്റ് തന്നെയാണ്. ഓരോ പിക്ചറും എത്രയുണ്ട് എന്ന് നോക്കി അതിൻ്റെ നമ്പർ താഴെയുള്ള ബോക്സിൽ എഴുതി വയ്ക്കണം. കൗണ്ട് ആൻഡ് റൈറ്റ് തന്നെയാണ് ഈ വർക്ക്ഷീറ്റും. പിക്ചർ തന്നിട്ടുണ്ട്, ഓരോന്നും കൗണ്ട് ചെയ്ത് ആ സർക്കിളിൽ അതിൻ്റെ ആൻസർ എഴുതി വയ്ക്കണം. നെക്സ്റ്റ് കൗണ്ട് ആൻഡ് റൈറ്റ് തന്നെയാണ്. ഒരേപോലെയുള്ള കപ്പ് കേക്ക്സ് ഏതൊക്കെയാണ് എന്ന് നോക്കി അതിൻ്റെ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 തരത്തിലുള്ളതാണ്, അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഈ തന്നിരിക്കുന്ന കൗണ്ട് ആൻഡ് റൈറ്റ് അതിൽ ഷേപ്സ് ആണ് തന്നിരിക്കുന്നത്. സർക്കിൾസും സ്ക്വയറും റെക്റ്റാങ്കിളും ട്രയാങ്കിളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഷേപ്സും എത്ര വീതമുണ്ട് എന്ന് താഴെയുള്ള ബോക്സിൽ എഴുതി വയ്ക്കണം. ഈ തന്നിരിക്കുന്ന വർക്ക്ഷീറ്റിൽ ഒരുപാട് തിങ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഓരോ തിങ്സും എത്രയാണ് എന്ന് കൗണ്ട് ചെയ്ത് എഴുതണം. കൗണ്ട് ചെയ്ത് തന്നിരിക്കുന്ന ആൻസറിൽ ഏതാണ് കറക്റ്റ് അതിന് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വേർഡ് പ്രോബ്ലംസ് ആണ്. ജിൽ ഹാസ് 3 ബ്ലൂ ക്രയോൺസ് ആൻഡ് 3 റെഡ് ക്രയോൺസ്. 3 നീല ക്രയോൺസും 3 ചുവപ്പ് ക്രയോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കളറും കൊടുക്കണം. അഡീഷൻ ചെയ്ത് അതിൻ്റെ ആൻസർ എഴുതുകയും വേണം. രണ്ടാമത്തേതിൽ 2 യെല്ലോ ക്രയോൺസും 2 ഗ്രീൻ ക്രയോൺസും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വരച്ച് കളർ കൊടുത്തിട്ട് വേണം അഡീഷൻ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ. മൂന്നാമത്തേത് 3 ഓറഞ്ച് ക്രയോൺസും 2 പർപ്പിൾ ക്രയോൺസും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് 1 പിങ്ക് ക്രയോൺ ആൻഡ് 1 ബ്ലാക്ക് ക്രയോൺ. അപ്പോൾ ആദ്യം എല്ലാവരും തന്നിരിക്കുന്ന നമ്പറിനനുസരിച്ച് ക്രയോൺ വരച്ച് കളർ കൊടുക്കണം. എന്നിട്ട് വേണം അത് അഡീഷൻ ചെയ്ത് ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, കൗണ്ട് ആൻഡ് റൈറ്റ് ആണ്. ഓരോ തിങ്സും എത്രയാണ് ഉള്ളത് എന്ന് എഴുതണം. അതുപോലെ തന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ട്രീറ്റ് ഹാസ് ദ മോസ്റ്റ്? ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? വിച്ച് ട്രീറ്റ് ഹാസ് ദ ലീസ്റ്റ്? ഏറ്റവും കുറവുള്ളത് ഏതാണ്? ഹൗ മെനി കപ്പ് കേക്ക്സ് ആൻഡ് കുക്കീസ് ആർ ദർ ഓൾ ടുഗദർ? കപ്പ് കേക്ക്സും കുക്കീസും കൂടി കൂട്ടിയാൽ എത്രയാണ് എന്നും എഴുതണം. ഇതിൽ കുറച്ച് ഫ്രൂട്ട്സ് തന്നിരിക്കുന്നു. ഓറഞ്ച്, സ്ട്രോബെറി, ആപ്പിൾ, പിയർ. ഇത് എത്രയാണ് എന്ന് കൗണ്ട് ചെയ്ത് എഴുതണം. അതുകൂടാതെ 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആർ ദർ മോർ ആപ്പിൾസ് ഓർ പിയേഴ്സ്? പിയർ ആണോ ആപ്പിൾ ആണോ കൂടുതലുള്ളത്? 3rd ക്വസ്റ്റ്യൻ, വിച്ച് ഫ്രൂട്ട് കൗണ്ട്സ് ടു 8? ഏത് ഫ്രൂട്ടാണ് 8 എണ്ണം ഉള്ളത്? 4ാമത്തേത്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഇൻ ദ ബാസ്ക്കറ്റ്? എല്ലാ ഫ്രൂട്ട്സും കൂടി എത്രയാണ് എന്ന് അഡീഷൻ ചെയ്ത് അതും എഴുതി ചേർക്കണം. ഓരോ ഫ്രൂട്ട്സും എത്ര വീതമുണ്ട് എന്ന് അതിൻ്റെ നമ്പർ എഴുതണം. ഇതും നേരത്തെ തന്നതുപോലെ തന്നെയാണ്. പിക്ചേഴ്സ് നോക്കി ഏതൊക്കെ എത്ര എണ്ണം ഉണ്ട് എന്ന് എഴുതണം. അതുകൂടാതെ വിച്ച് ഐറ്റം ഡിഡ് യു ഫൈൻഡ് ദ മോസ്റ്റ് ഓഫ്? ഏതാണ് ഏറ്റവും കൂടുതലുള്ളത്? വിച്ച് ഐറ്റം ഡിഡ് യു ഫൈൻഡ് ദ ലീസ്റ്റ് ഓഫ്? ഏറ്റവും കുറവുള്ളത് ഏതാണ്? അതും കൂടി എഴുതണം. നെക്സ്റ്റ് കുറച്ച് ഷേപ്സ് ആണ്. എത്ര വീതമുണ്ട് എന്ന് എഴുതണം. ഓരോ ബോക്സിനും അതിൻ്റെ കളർ കൊടുക്കുകയും വേണം. 1 ആണെങ്കിൽ സ്റ്റാർ എത്ര എണ്ണമുണ്ട്? അപ്പോൾ ഓരോ ബോക്സിനും അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് കളർ ചെയ്യണം. ട്രയാങ്കിൾ എത്രയുണ്ട്? അത്രയും കളർ കൊടുക്കണം. ഇതും കൗണ്ട് ആൻഡ് റൈറ്റ് ആണ്. എനിമൽസ് എത്ര വീതമാണ് എന്നുള്ളത് എഴുതി വയ്ക്കണം. ഓരോ ബസ്സിലെയും കുട്ടികളുടെ എണ്ണം അതിൽ തന്നിരിക്കുന്നു. കറക്റ്റ് ആയത് എടുത്തെഴുതണം. കൗണ്ട് ദ ഐറ്റംസ് ആൻഡ് റൈറ്റ് ഇൻ ദ ബബിൾ. ഓരോ വണ്ടിയിലും ഓരോ ഐറ്റംസ് തന്നിരിക്കുന്നു. അതിൻ്റെ എണ്ണമാണ് ആ ബബിൾസിൽ എഴുതേണ്ടത്. അഡീഷൻ ചെയ്ത് ആൻസർ എഴുതാനാണ്. ഡ്രോ ദ കറക്റ്റ് ഷേപ്സ്. 7 ഉള്ളിടത്തെല്ലാം റെക്റ്റാങ്കിളും 8 കാണുന്നിടത്ത് ട്രയാങ്കിളും 9 കാണുന്നിടത്ത് സർക്കിളുമാണ് വരയ്ക്കേണ്ടത്. കണക്ട് ദ സെയിം പിക്ചർ.
സെയിം പിക്ചർ ഏതാണ് എന്നുണ്ടെങ്കിൽ കണക്റ്റ് ചെയ്ത് വരയ്ക്കണം. ഇതും അതുപോലെ തന്നെയാണ്. കണക്റ്റ് ദ സെയിം പെയർ. ഒരുപോലെയുള്ളത് കണ്ടെത്തി യോജിപ്പിക്കണം. അടുത്തത് എ ഡാഷ് ഹാസ് 3 കോർണേഴ്സ്. കൗണ്ട് ചെയ്ത് നോക്കണം ഓരോ ഷേപ്സിനും. എ ഡാഷ് ഹാസ് 3 കോർണേഴ്സ്. 3 കോർണേഴ്സ് ഉള്ളത് ഏതാണെന്ന് എഴുതണം. എ സ്ക്വയർ ഹാസ് ഡാഷ് കോർണേഴ്സ്. സ്ക്വയറിന് എത്ര കോർണേഴ്സ് ആണ്? എ ഡാഷ് ഹാസ് നോ സൈഡ്സ്. സൈഡ്സ് ഇല്ലാത്തത് ഏതാണ്? എ ട്രയാങ്കിൾ ഹാസ് ഡാഷ് സൈഡ്സ്. ട്രയാങ്കിളിന് എത്ര സൈഡാണ്? ഓൾ സൈഡ്സ് ഓഫ് എ ഡാഷ് ആർ ഈക്വൽ. ഈക്വൽ ആയിട്ടുള്ളത് ഏതിൻ്റെ സൈഡ്സ് ആണ്? എ റെക്റ്റാങ്കിൾ ഹാസ് ഡാഷ് കോർണേഴ്സ്. എത്ര കോർണേഴ്സ് ആണ് റെക്റ്റാങ്കിളിനുള്ളത്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഡാഷ് ആർ ഈക്വൽ ഇൻ ലെങ്ത്ത്. ഈക്വൽ ലെങ്ത് ഉള്ളത് ഏതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്? എതിർവശത്തുള്ളത് ഒരേപോലെയുള്ളത് ഏതാണ്? എട്ടാമത്തേത്, എ സർക്കിൾ ഹാസ് ഡാഷ് കോർണേഴ്സ്. സർക്കിളിന് എത്ര കോർണേഴ്സ് ഉണ്ട്? എ സ്ക്വയർ ഹാസ് ഡാഷ് സൈഡ്സ്. സ്ക്വയറിന് എത്ര സൈഡുണ്ട്? ദ ഷേപ്പ് ഓഫ് ഡോർ ഈസ് ഡാഷ്. നമ്മുടെ ഡോറിൻ്റെ ഷേപ്പ് ഏതാണ്? ഈ ക്വസ്റ്റ്യൻസൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് പിക്ചർ നോക്കി കൗണ്ട് ചെയ്ത് സൈഡ്സൊക്കെ നോക്കി വേണം ആൻസർ എഴുതാനായിട്ട്. Okay dears, complete your worksheets and study well. See you in next class. Thank you.